മറ്റേ ട്രെയിനിലാകുമ്പോ കംപ്ലീറ്റ് ട്രെയിനിലും പ്ലെയിനിലും കംപ്ലീറ്റ് പ്ലെയിനാണ് സുഖം. പ്ലെയിൻ എന്ന് വെച്ചാൽ ആരും ഫോൺ വരില്ല. ഈ നമ്മുടെ ഇവിടുത്തെ ഈ ട്രാഫിക് കൾച്ചർ ഇപ്പം നിങ്ങളൊക്കെ ഇപ്പൊ സംസാരിക്കുമ്പോഴത്തേക്കും ഈ മാറ്റം കൊണ്ടുവരേണ്ടതിനെ പറ്റി കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ ട്രാഫിക് കൾച്ചറിനെ പറ്റി നിങ്ങൾ ആരും സംസാരിച്ചു? ഞാൻ അടുത്ത് സംസാരിച്ചു തുടങ്ങി. എനിക്ക് ഭയങ്കര, അതായത് ഇതും പുറത്തുള്ള യാത്രയുടെ ഇപ്പോ കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പൊ ഉദാഹരണത്തിന് എറണാകുളത്ത് ഹൈക്കോടതിയിൽ ഞങ്ങൾ 2000-ഓളം വക്കീലന്മാരുണ്ട്. 2000 കാറിലാണ്. ലോകത്ത് ഒരു നഗരത്തിലും ഇല്ലല്ലോ അങ്ങനെ ആളുകൾ വരുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നഗരത്തിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വേണം. അപ്പൊ ആരും കാർ എടുക്കില്ല. ആലുവെന്ന് നമുക്ക് ഇപ്പോ മെട്രോ ഉണ്ട്, അത് കൾച്ചറായി മാറിയിട്ടില്ല. മെട്രോയിൽ കയറി ഇറങ്ങി നമ്മൾ ഇറങ്ങിയ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ടത് കോടതിയിലേക്കാണ് പോകേണ്ടെങ്കിൽ കോടതി പോവാ, ബാങ്കിലേക്കാണെങ്കിൽ ബാങ്കിലേക്ക് പോവാ. അതിനുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നഗരത്തിലെ തിരക്ക് കുറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ ഈ മറ്റേ സാധനങ്ങളെല്ലാം വലിയ ലഗേജ് എല്ലാം